ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് 6 എന്നത് 7 എന്നാണ്. 7 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ വയ്ക്കുന്നത്. ആലത്തൂർ കൂടി ചേരുമ്പോഴാണ് 6 എന്ന വിജയപ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 7 മാറുന്നത്. അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലത്തൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ അടങ്ങുന്ന ലോക്സഭാ മണ്ഡലം. ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെയും ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ വലിയ ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്താണ്. തൃശ്ശൂരിലാണ് വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി കളത്തിലിറക്കിയിരിക്കുന്നത്. അത് സുരേഷ് ഗോപിയെയാണ്. തിരുവനന്തപുരത്ത് പല ആളുകളുടെ പേരുകൾ വന്നു. അതിൽ നിർമ്മല സീതാരാമൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വരുന്നുണ്ട്, ശോഭനയുടെ പേര് വന്നിരുന്നു. അതുപോലെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വരെ പേരുകൾ തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിരുന്നു. പത്തനംതിട്ടയാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലം. ശബരിമല വിഷയങ്ങളടക്കം വലിയ രീതിയിൽ ബി.ജെ.പിക്ക് മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള 8% വർധനവ് ബി.ജെ.പിക്ക് 2014 ഉണ്ടാക്കി കൊടുത്ത പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം 2019 ആയപ്പോഴേക്കും 8 എന്നുള്ളത് 13% വർധനവാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്നത് കെ സുരേന്ദ്രനായിരുന്നു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ. ശബരിമല വിഷയവും മറ്റു ചില ജാതീയ, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങളും സാമുദായിക സംഘടനകളുടെ പിൻബലവും എല്ലാം ബി.ജെ.പിക്ക് അനുകൂലമായൊരു തരംഗം പത്തനംതിട്ടയിൽ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ 3ാം സ്ഥാനത്തേക്കായിരുന്നു അന്ന് കെ സുരേന്ദ്രൻ തള്ളപ്പെട്ടത്. എന്നിരുന്നാലും വോട്ട് വർധനവ് കൃത്യമായി കൂടിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ബി.ജെ.പിക്ക്. 2019 ആന്റോ ആന്റണിയും വീണ ജോർജും കെ സുരേന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. ആന്റോ ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നേടിയത് 3,80,927 വോട്ടുകളായിരുന്നു. അതായത് 37.11% വോട്ടുകൾ കൂടെ ചേർത്തു. 4.08% വോട്ടിന്റെ കുറവാണ് ആന്റോ ആന്റണിക്ക് അവിടെ ഉണ്ടായത്. വീണ ജോർജിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് 3,36,684 വോട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. 32.80% വോട്ടുകൾ വീണ ജോർജ് കൈക്കലാക്കി. എന്നാൽ 2.00% വോട്ട് കുറവാണ് CPIM-ന് അവിടെ ഉണ്ടായത്. അതേ സ്ഥാനത്ത് ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ 2014 MT രമേശ് മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം അന്ന് കരസ്ഥമാക്കിയത് 1,38,954 വോട്ടുകളായിരുന്നു. അതായത് 15.95% വോട്ടുകൾ മാത്രമാണ് MT രമേശ് നേടിയത്. എന്നിരുന്നാലും 8.89% വോട്ടിന്റെ വർധനവ് MT രമേശ് അവിടെ ഉണ്ടാക്കി. 2019 വന്നപ്പോൾ കെ സുരേന്ദ്രൻ, സാക്ഷാൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,97,196 വോട്ടുകൾ കരസ്ഥമാക്കി. 28.97% വോട്ടുകൾ നേടി. 13.50% വോട്ടിന്റെ വർധനവ് കെ സുരേന്ദ്രൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നേടി. അത് ബി.ജെ.പിയുടെ മൃഗീയമായൊരു ഭൂരിപക്ഷ വർധനവിന്റെ നേർക്കാഴ്ച തന്നെയായിരുന്നു പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയുടെ വോട്ട് ഷെയറുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ പത്തനംതിട്ട പോലെ, തൃശ്ശൂർ പോലെ, തിരുവനന്തപുരം പോലെ വിജയ സാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉയരുന്ന ബി.ജെ.പിയുടെ വോട്ട് ശതമാനം വളരെ വലുതാണ്. അതുതന്നെയാണ് പത്തനംതിട്ടയെ വിജയപ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലമായി കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം, ശബരിമല വിഷയമടക്കം പല ജാതീയ മത സമവാക്യങ്ങളുടെ പിൻബലം ബി.ജെ.പിക്കുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം, അവിടെ ഇക്കുറി വിജയിക്കുവാൻ ആരെ കളത്തിലിറക്കും ബി.ജെ.പി എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. തോമസ് ഐസക്കാണ് CPIM-ന്റെ സ്ഥാനാർത്ഥിയായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. അവിടേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണി തന്നെയായിരിക്കും. സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി 2009 2014 2019 നിരന്തരമായി, അല്ലെങ്കിൽ അവിടുത്തെ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച നാളെ മുതൽ അവിടുത്തെ MP ആയി നിലകൊള്ളുന്ന ആന്റോ ആന്റണി തന്നെയായിരിക്കും ഇക്കുറിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. അവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കെ സുരേന്ദ്രനെ പോലെ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കുമോ? ഇനി തോമസ് ഐസക്കിനെ പോലെ വലിയൊരു ജനപിന്തുണയുള്ള മനുഷ്യനെ, സിറ്റിംഗ് MP ആയി 3 ടേം അടുപ്പിച്ചിരുന്ന ആന്റോ ആന്റണിയെ മലർത്തിയടിക്കുവാനൊക്കെ കരുത്തുള്ളൊരു ബി.ജെ.പി നേതാവിനെ തന്നെ പത്തനംതിട്ടയിൽ ഇറക്കുവാൻ ശ്രമിച്ചാൽ ആരെ അവിടെ ഇറക്കും? തോമസ് ഐസക്കിനോട് മുട്ടി നിൽക്കുവാൻ ആദ്യം പുറത്തു വന്ന പേര് കുമ്മനം രാജശേഖരന്റെ പേരായിരുന്നു. അദ്ദേഹമായിരിക്കും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത് എന്നൊരു വാർത്ത
പുറത്തു വരുന്നു. അതായത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേമം നിയോജക മണ്ഡലത്തിൽ മലർത്തിയടിച്ച സാക്ഷാൽ കുമ്മനം രാജശേഖരൻ 7 നിയോജക മണ്ഡലങ്ങളിൽ ഒരിടത്ത് 1-ാം സ്ഥാനത്തും ബാക്കി 3 2-ാം സ്ഥാനത്തും വന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ആയിരുന്നു പത്തനംതിട്ടയിലേക്ക് പരീക്ഷിക്കുവാൻ വേണ്ടി BJP തീരുമാനിച്ചിരുന്നത്. BJPയുടെ മുഖമായി നിൽക്കുന്ന കുമ്മനം രാജശേഖരനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചാൽ വിജയ സാധ്യത ഏറെയാണ് എന്ന വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ വിശ്വാസമുണ്ടാകുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത് കുമ്മനം രാജശേഖരനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നു. അപ്പോഴാണ് PC ജോർജ് ജനപക്ഷം ഉപേക്ഷിച്ച് BJPയോടൊപ്പം ലയിക്കുന്നത്, BJP പ്രവർത്തകനായി BJP നേതാവായി മുൻപോട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭയിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തോട് മറ്റേതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്നദ്ധനാണോ എന്ന പല മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇല്ല, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണെങ്കിൽ തന്നാൽ മതി, കാരണം എൻ്റെ നിയോജക മണ്ഡലമായ പൂഞ്ഞാറടക്കമുള്ള നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അല്ലാതെ വേറെ എവിടെയും താൻ മത്സരിക്കില്ല എന്നറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ PC ജോർജ് സ്ഥാനാർത്ഥിയായാൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് BDJSന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ പറയുന്നു. ഒരു വിഭാഗം ആളുകളോട് BJPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സർവേ നടത്തിയപ്പോൾ അറിയുവാൻ സാധിച്ചത് PC ജോർജ് BJP സ്ഥാനാർത്ഥിയായാൽ പത്തനംതിട്ടയിൽ യാതൊരു കാരണവശാലും BJPക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് പിന്നീട് ഷോൺ ജോർജിലേക്ക് വരെ, അതായത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിലേക്ക് വരെ ചർച്ചയായി മാറുന്നു. പക്ഷേ ഷോൺ ജോർജും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. BDJSന്റെ നേതാക്കന്മാർക്കടക്കം BJPയിലെ ഒരു വിഭാഗം ആളുകൾക്ക് അടക്കം ഇപ്പോഴും PC ജോർജിനോട് വല്ലാത്ത ഒരു അകൽച്ചയാണ്. അതുകൊണ്ട് PC ജോർജ് സ്ഥാനാർത്ഥിയാകണ്ട, ആയാൽ വിജയിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു ക്രൈസ്തവ മതവിശ്വാസി കൂടിയായ PC ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചാൽ ഹൈന്ദവ പുരാണങ്ങളോട്, ഹൈന്ദവ രീതികളോട്, ഹൈന്ദവ ചിട്ടകളോടൊക്കെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോട് നീതിയും കൂറുമൊക്കെ പുലർത്തുന്ന തരത്തിലേക്ക് സംസാരിക്കുന്ന, അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന PC ജോർജ് കൂടിയാകുമ്പോൾ വിജയിക്കാൻ സാധ്യത ഏറെയാണ് എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ വന്നിരുന്നത്. പക്ഷേ കേരളം അവിടെ അത്തരത്തിലൊരു നിലപാടിലേക്കല്ല നിന്നത്. PC ജോർജ് മത്സരിച്ചാൽ ജയിക്കില്ല എന്നവർ തീർത്തും പറഞ്ഞു. പിന്നീട് ആര് മത്സരിക്കുമെന്ന് വലിയൊരു ചോദ്യം വരുന്നു. ആ സർവേയിൽ പിന്നീട് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കണം. ഒരു തവണ കൂടി K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ 2 ലക്ഷം എന്നുള്ളത് ഇനിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആന്റണിയുടെ ജനപിന്തുണ കുറഞ്ഞിട്ടുണ്ട്, അത് വോട്ടാക്കി മാറ്റുവാൻ സാധിക്കും. തോമസ് ഐസക്കിനെതിരെ ജനവിരുദ്ധ വികാരം, അതായത് സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരം തോമസ് ഐസക്കിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ തവണയും ഇത്തവണയും ശബരിമല വിഷയത്തെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കളിക്കളത്തിൽ ഇറക്കി അത് വോട്ടാക്കി മാറ്റുവാനുള്ള തന്ത്രങ്ങളും തീരുമാനങ്ങളും ഒക്കെ BJP നടത്തുകയാണെങ്കിൽ K സുരേന്ദ്രനെ കൃത്യമായി വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും ഉള്ളത്. പക്ഷെ K സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. K സുരേന്ദ്രന് കഴിയില്ല എങ്കിൽ പിന്നീട് അവിടേക്ക് ശ്രീധരൻ പിള്ള വരട്ടെ എന്നൊരു തീരുമാനമെടുക്കുന്നു. ഗോവ ഗവർണറായി ഇരിക്കുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ശ്രീധരൻ പിള്ളയെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് ഒരു വിഭാഗം എത്തുന്നു. അപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി സാക്ഷാൽ AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയ അനിൽ ആന്റണി തനിക്ക് മത്സരിക്കുവാൻ താല്പര്യമുണ്ട് എന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ അവസരം നൽകണമെന്നും ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, താൻ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യത ഏറെയാണ് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം പത്തനംതിട്ട ഒരു മലയോര മേഖലയാണ്, ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്. ഈ മേഖലകളിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസിയും ചെറുപ്പക്കാരനും BJPയുടെ മുഖവുമായ, BJPയുടെ കേന്ദ്ര നേതാവുമൊക്കെയായ അനിൽ ആന്റണി എന്ന് താൻ മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യത വളരെ വലുതായിരിക്കും. അത് PC ജോർജിനെക്കാളും K സുരേന്ദ്രനെക്കാളും ശ്രീധരൻ പിള്ളയെക്കാട്ടിലും അല്ലെങ്കിൽ ഷോൺ ജോർജിനെക്കാട്ടിലും കുമ്മനം രാജശേഖരനെക്കാളും ഒക്കെ ഒരുപാട് ഉയരെയായിരിക്കുമെന്ന് അനിൽ ആന്റണി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരിപ്പിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മുൻപോട്ട് വെക്കുകയും ചെയ്തു BJPയുടെ പക്കൽ. പക്ഷേ BJPയുടെ ഒരു വിഭാഗം ആളുകൾ അതിനോടും വലിയ എതിർപ്പാണ് കാണിക്കുന്നത്. അനിൽ ആന്റണി മത്സരിച്ചാൽ വിജയിക്കില്ല, അനിൽ ആന്റണിക്ക് വേണ്ട ജനപിന്തുണ പത്തനംതിട്ടയിലില്ല, അതുകൊണ്ട് അനിൽ ആന്റണി മത്സരിക്കണ്ട എന്നൊരു തീരുമാനം അണികളും നേതാക്കന്മാരും അറിയിക്കുന്നു. പക്ഷേ കേന്ദ്രമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ വ്യക്തമായി 3-4 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന്, PC ജോർജാണ് മത്സരിക്കുന്നതെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകൾ ലഭിക്കും. പക്ഷേ അല്ലാതെ പൊതുബോധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജനപിന്തുണ കുറവാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു അകൽച്ചയുണ്ട്. പാർട്ടി വിട്ട് മാറി വന്നതുകൊണ്ട് BJPക്കാർക്കും RSS പ്രവർത്തകർക്കും പത്തനംതിട്ടയിലെ BJP അനുഭാവികൾക്കും PC ജോർജിനോട് വലിയ വിയോജിപ്പുള്ളത് കൊണ്ട് PC ജോർജിനെ മത്സരിപ്പിക്കുവാൻ സാധിക്കില്ല. കുമ്മനം രാജശേഖരൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളൊരു മേഖലയായതുകൊണ്ടും മലയോര മേഖലയായതുകൊണ്ടും കുമ്മനം രാജശേഖരനെയും അങ്ങനെ പെട്ടെന്നൊന്നും സ്ഥാനാർത്ഥിയാക്കുവാൻ സാധിക്കില്ല.
ഇവരെ എല്ലാം പരിഗണിക്കുന്നതിനേക്കാൾ കാര്യമായി പരിഗണിക്കുവാൻ സാധിക്കുന്നത് അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്, BJP-യിലേക്ക് വന്ന ഒരാളാണ്, BJP-യുടെ കേന്ദ്രമുഖമാണ്. അതുകൊണ്ട് അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാമെന്ന് കേന്ദ്രം തീരുമാനമെടുത്താൽ ഒരു പക്ഷേ പത്തനംതിട്ടയിൽ സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധ്യത ഏറെയാണ്. ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BJP-യുടെ തീരുമാനമാണ്. അതവർ നാളെ തീരുമാനിക്കും. 160 ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം നാളെ നടപ്പിലാക്കും, ഇന്നോ നാളെയായി നടപ്പിലാക്കും. അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ട അടക്കം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനും സാധ്യതയേറെയാണ്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്ന് കുറച്ചുകൂടി വ്യക്തമാകും. നിലവിലത്തെ സാഹചര്യത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വവും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അനിൽ ആന്റണി ആണെങ്കിൽ പത്തനംതിട്ട പിടിക്കുമോ പിടിവിടുമോ?